നമ്മുടെ പാർട്ടി എന്ന് പറയുന്നത്, നമ്മുടെ INDC എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും INDCയേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മൾ കോൺഗ്രസിനെയാണ്. നമ്മളെല്ലാവരും സജീവമായി പ്രവർത്തനമൊക്കെ കഴിഞ്ഞ് ഇരിക്കുകയാണ്. 4-ാം തീയതി നല്ലൊരു റിസൾട്ടിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ഈ INDC എന്ന് പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ബഹുമാന്യനായ മൺമറഞ്ഞ കരുണാകരൻ INDCന്റെ ഒരു എളിയ പ്രവർത്തകനായി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി, രാജ്യത്തെ തന്നെ നിയന്ത്രിച്ച, ഇന്ത്യ രാജ്യത്തെ തന്നെ നിയന്ത്രിച്ച ഒരു നേതാവായിരുന്നു. INDC പ്രസ്ഥാനത്തിന് ഇന്ന് കാണുന്ന ഈ അഭിമാനവും നമുക്ക് പൊതുജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അർഹതയും അംഗീകാരത്തിനുമൊക്കെ കാരണക്കാരനാണ് INDCയുടെ അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി സംസ്ഥാന INDCയുടെ പ്രസിഡന്റുമായ ബഹുമാനപ്പെട്ട R ചന്ദ്രശേഖരൻ അവർകളെ, ഈ ജില്ലയിലെ അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ അടക്കമുള്ള നേതാക്കന്മാരുടെ ഈ യോഗത്തിൽ നമ്മളെല്ലാവരും സംബന്ധിക്കുന്നത്. INDCയുടെ രജിസ്ട്രേഷൻ, ട്രേഡ് യൂണിയൻ രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ INDCയിൽ ചേർന്ന് പ്രവർത്തിക്കാനാണെങ്കിൽ INDCയുടെ ഒരു അഫിലിയേഷൻ എടുക്കണം. അഫിലിയേഷൻ റെക്കമെൻഡ് ചെയ്യുന്നത് സംസ്ഥാന INDC കമ്മിറ്റിയാണ്. ഞാൻ പ്രസിഡന്റായി വന്നതിന് ശേഷം ജില്ലാ കമ്മിറ്റികളുടെ ശുപാർശയോടുകൂടി മാത്രമേ ആ ജില്ലയിലെ യൂണിയനുകളാണെങ്കിൽ അതിന് അഫിലിയേഷൻ കൊടുക്കൂ. അഫിലിയേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു യൂണിയന് എത്ര മെമ്പർമാരുണ്ടോ അവരുടെ പേര്, അഡ്രസ്സ്, ഫോൺ നമ്പർ, എന്നിട്ട് വലിയ ഗ്രൂപ്പിന്റെ നേതാവായിരിക്കുമ്പോഴാണ് ഞാൻ ലീഡറോടൊപ്പം നിൽക്കുന്ന ഒരു കാലത്താണ് ഞങ്ങളുടെ ഒരു ആത്മബന്ധമാണ്. അപ്പം അതുകൊണ്ടാണ് ഈ ഫിറോസൊക്കെ എന്തെല്ലാം പറഞ്ഞാലും ഞാൻ പറയും ചന്ദ്രേട്ടനെ കൂടെ വിളിച്ചേ പറ്റൂ എന്ന് നിർബന്ധമായിട്ട് ഞാൻ പറയും. ട്രേഡ് യൂണിയൻ ചരിത്രത്തിൽ ഒരുപക്ഷെ കെ കരുണാകരനും CM സ്റ്റീഫനും BK നായർക്കും ശേഷം ആര്യാടനെ പോലെ ഇത്രയും കൃത്യമായിട്ട് പാർലമെന്ററി പ്രവർത്തനങ്ങൾ, ബില്ലുകൾ എല്ലാം പഠിച്ച് മനസ്സിലാക്കി അത് നിയമസഭയ്ക്കകത്ത് കൃത്യമായി ഇടപെട്ട് നിരവധി ആളുകളുടെ പിൻകയാണ് നമ്മൾ വരുന്നത്. ഞാനൊരു എത്രയോ കാലഘട്ടങ്ങൾക്ക് ശേഷം വന്ന ഒരാളാണ്. സംവിധാനമാണ് കോൺഗ്രസിന്റെ പോഷക സംഘടനകളിൽ പാർട്ടിക്ക് ഏറ്റവും നല്ല ശക്തമായ അടിത്തറ പാകാൻ കഴിയുന്ന ഒരു സംവിധാനം. ഞാൻ എന്റെ കാഴ്ചപ്പാടിൽ KSUവും യൂത്ത് കോൺഗ്രസും ഒക്കെ കോൺഗ്രസിന്റെ ഫീഡർ കാറ്റഗറികളാണെങ്കിലും ഫീഡർ സംഘടനകളാണെങ്കിൽ പോലും, ആളെ കൂട്ടുന്ന സംഘടനകളാണെങ്കിൽ പോലും INDC ആണ് നമുക്ക് ഏത് സമയത്തും എവിടെയും പെട്ടെന്ന് പാർട്ടിയുടെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ആ ടൗണിൽ INDCയുടെ പ്രവർത്തകരുണ്ടെങ്കിൽ, INDCയുടെ തൊഴിലാളികളുണ്ടെങ്കിൽ, INDCയുടെ ഓട്ടോ തൊഴിലാളികളുണ്ടെങ്കിൽ, INDC തൊഴിലാളികൾ ഏത് മേഖലയിലുള്ളവരായാലും ശരി, അവിടെ ആ പാർട്ടിയുടെ പരിപാടിക്ക് കരുത്ത് പകരാനും ശക്തി പകരാനും കഴിയുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ് INDC. തൊഴിലാളി പ്രവർത്തനം എന്ന് പറയുന്നതും തൊഴിലാളികളുടെ അവകാശം എന്ന് പറയുന്നതും അത് രണ്ട് തലത്തിൽ പരിഗണിക്കപ്പെടണം എന്ന നിർബന്ധ നിഷ്കർഷയുള്ള ഒരു സംവിധാനമാണ് INDC. അതുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് എന്നതിന് മുമ്പ് അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് എന്ന AITUC നമ്മൾ ഉപേക്ഷിക്കപ്പെടാനുണ്ടായ കാരണവും ബോധ്യപ്പെടുമ്പോഴാണ് ഇന്നത്തെ രാഷ്ട്രീയത്തിൽ നമ്മൾ എടുക്കേണ്ട രാഷ്ട്രീയ സമീപനങ്ങളെ കുറിച്ച് നമുക്ക് ബോധ്യപ്പെടുകയും. മലപ്പുറം ജില്ലയിൽ INDC പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്ന കമ്മിറ്റിയാണ് നമുക്കുള്ളത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ ഭാഗമായി ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ 1947 മെയ് മാസം 3-നാണ് INDUCയും നമ്മുടെ അഖിലേന്ത്യാ തലത്തിൽ രൂപീകൃതമായത്. നേരത്തെ കരീമൊക്കെ പറഞ്ഞതുപോലെ അതിനു മുമ്പൊക്കെ AITUCയുമായി ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിക്കുകയായിരുന്നു. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ കാലഘട്ടം മുതൽ INDUC എന്ന് പറയുന്ന പ്രസ്ഥാനം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു പോരുകയാണ്. ഈ യോഗം വിജയിപ്പിക്കുന്നതിന് നമ്മൾ വളരെ കർക്കശമായ ചില ഉദ്ദേശങ്ങളുണ്ട് എന്നതുകൊണ്ടാണ് അങ്ങനെ വിളിക്കേണ്ടി വന്നത്. മാത്രമല്ല, ജില്ലാ INDUC പ്രസിഡന്റ് എന്നോട് ഒരു കാര്യം കൂടി നിർദ്ദേശിച്ചിട്ടുണ്ട്. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ജില്ലാ കമ്മിറ്റിയുടേതായിട്ടുള്ള ഇടപെടലുകൾ നടന്നു. അതിനുശേഷം നമ്മൾ വേറെ ഒരു പരിപാടിയിൽ കൂടി എനിക്ക് മലപ്പുറത്ത് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ പോകുന്നുണ്ട്. സംസ്ഥാന ക്യാമ്പ് എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് ഞങ്ങൾ മെയ് 1-ന് കടക്കുമ്പോൾ എൻ്റെ ഒരേ ഒരു അഭ്യർത്ഥന, 1-2 പേരെ സംസ്ഥാന ഭാരവാഹികളായിട്ട് ഈ ജില്ലയിൽ നിന്നും തന്നിരുന്നുവെങ്കിൽ അത് ഉപകാരപ്രദമായിരുന്നു. കാരണം 16 നിയോജകമണ്ഡലങ്ങളുള്ള കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനപ്രാതിനിധ്യമുള്ള ജില്ല എന്ന നിലയിൽ അത്തരത്തിലുള്ളൊരു സംഘടനാ സംവിധാനം